ഈ ചാപ്റ്ററിൽ നാം പഠിക്കാൻ പോകുന്നത് ഡു ഡസിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. ഈ ബോക്സ് ശ്രദ്ധിക്കൂ. ഇവിടെ നമുക്ക് ഉദാഹരണമായി ഗോ എന്ന വാക്കെടുക്കാം. ഗോ എന്നത് പോകുക എന്നാണെന്ന് നമുക്കറിയാം. ഇവിടെ ബോക്സിലുള്ള നിയമപ്രകാരം ഐ, വി, ദേ, യു എന്നിവയുടെ കൂടെ ഗോയും ഹി, ഷീ, സുഭാഷ്, എവരിബഡി എന്നിവയുടെ കൂടെ ഗോസുമാണ് ചേർക്കേണ്ടത്. ഞാൻ പോകാറില്ല എന്നതിന് ഐ ഡു നോട്ട് ഗോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഇവിടെ ഡു എന്ന വേർഡ് പ്രത്യക്ഷമാകുന്നു. ഡു പ്ലസ് ഗോ, ഗോ ആയതുകൊണ്ട് ഐ ഗോ എന്ന വാചകത്തിൽ ഡു എന്ന വേർഡ് പ്രത്യക്ഷമാകുന്നില്ല. ഐ ഡു നോട്ട് ഗോ എന്നത് ഐ ഡോണ്ട് ഗോ എന്നും എഴുതാം. അവൻ പോകാറില്ല എന്നത് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിച്ചു നോക്കൂ. അവൻ പോകാറില്ല. ഹി ഡസ് നോട്ട് ഗോ അഥവാ ഹി ഡസൻ ഗോ. ഈ ബോക്സ് കൂടി മനഃപ്പാഠമാക്കൂ. മനസ്സിലാകാത്തവർ ഒട്ടും ഭയപ്പെടേണ്ട. തുടർഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ പൂർണ്ണമായും ഡു ഡസിന്റെ ഉപയോഗം മനസ്സിലാക്കാൻ സാധിക്കും. ഡു ഡസ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ നിർമ്മിക്കാനും സാധ്യമാണ്. ശ്രദ്ധിക്കൂ. ദേ ഗോ, അവർ പോകാറുണ്ട്. ദേ ഡു ഗോ. ഇവിടെ നാം ഡു എന്നത് തുടക്കത്തിൽ ചേർത്താൽ അത് ചോദ്യമാകുന്നു. അതായത് ഡു ദേ ഗോ, അവർ പോകാറുണ്ടോ? ഷീ ഗോസ്, അവൾ പോകാറുണ്ട്. ഇത് ചോദ്യരൂപത്തിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. ഡസ് ഷീ ഗോ, അവൾ പോകാറുണ്ടോ? കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. മനു, ഡു യു ഗോ ദർ എവരി ഡേ? മനു, നിങ്ങൾ എല്ലാ ദിവസവും അവിടെ പോകാറുണ്ടോ? യെസ്, ഐ ലൈക്ക് ടു ഗോ ദർ. അതെ, എനിക്കവിടെ പോകാൻ ഇഷ്ടമാണ്. ജമാൽ, ഡു യു സീ ഹിം? ജമാൽ, നിങ്ങൾ അദ്ദേഹത്തെ കാണാറുണ്ടോ? സോറി, ഐ ഡോണ്ട്. ക്ഷമിക്കണം, കാണാറില്ല. വിപിൻ, ഡു യു നോ ഹർ? വിപിൻ, നിങ്ങൾക്ക് അവളെ അറിയുമോ? യെസ്, ഐ നോ, ഷീസ് മൈ ഫ്രണ്ട്. അതെ, അറിയാം, അവൾ എന്റെ സുഹൃത്താണ്. രമ്യ, ഡു യു ഡിസ്റ്റർബ് യുവർ ഫ്രണ്ട്? രമ്യ, നീ നിന്റെ സുഹൃത്തിനെ ശല്യം ചെയ്യാറുണ്ടോ? നോ, ഐ കാണ്ട് ഡിസ്റ്റർബ് ഹിം. ഇല്ല, എനിക്ക് അവനെ ശല്യം ചെയ്യാൻ കഴിയില്ല. ജിമ്മി, ഡു യു ലൈക്ക് ഇറ്റ്? ജിമ്മി, നിങ്ങൾക്കത് ഇഷ്ടമാണോ? യെസ്, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അതെ, കാരണം അത് വളരെ മനോഹരമാണ്. ഡസ് ഹി കം ഹിയർ? അവൻ ഇവിടെ വരാറുണ്ടോ? യെസ്, ഹി ഡസ്. അതെ, അദ്ദേഹം വരാറുണ്ട്. ഡസ് ഹി കം വിത്ത് യു? അദ്ദേഹം നിങ്ങളുടെ കൂടെ വരാറുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. അതെ, തീർച്ചയായും. ഡസ് ഹി റിപ്പീറ്റ് ഇറ്റ്? അദ്ദേഹം അത് ആവർത്തിക്കാറുണ്ടോ? നോ. ഇല്ല. ഡസ് ഷി ടോക്ക് ടു യു? അവൾ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? യെസ്, ഷീ ഈസ് മൈ ഫ്രണ്ട്. അതെ, അവൾ എന്റെ കൂട്ടുകാരിയാണ്. ഡോണ്ട് യു ടേക്ക് ഇറ്റ് സീരിയസ്ലി? നീ അത് ഗൗരവത്തോടെ കാണാറില്ലേ? യെസ്, ഐ ടേക്ക്. But sometimes I forget it.
അതെ, ഉണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ മറന്നുപോകുന്നു. ഇതുവരെ നാം പഠിച്ച പാഠങ്ങൾ ഒന്നോർത്തു നോക്കൂ. ആം, ഈസ്, ആർ. ആം, ഈസ്, ആർ പ്ലസ് ing. വാസ്, were. വാസ്, വേർ പ്ലസ് ing. ഡു, ഡസ് എന്നിവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് നാം പഠിച്ചത്. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ പരിശീലനമാണ് ഏറ്റവും മുഖ്യം. പതുക്കെ പതുക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ച് പരിശീലിക്കുക. ഈ ആനിമേഷൻ സ്റ്റോറി ശ്രദ്ധയോടെ കാണും. കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ നാം പഠിച്ച പാഠ്യഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കൂ. ലാ ലാ ലസ, ലാ ലാ ലസ, ലാ ലാ ലസ, ലാ ലസ, ലാ 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 ലസ, ലാ ലാ ലസ, ലാ ലാ ലസ. Oh, such a wonderful song. Who's that singer? Hello, my dear. Who are you? You're singing really well. I like listening to songs. Shall we be friends? Yes, sure. Where do you stay? I stay in a different place. I don't feel like leaving this village. It's very beautiful. Oh, is it? Thank you so much. My home is nearby. You must come there. Oh, sure. I'll come. There is a good parrot like you in a native place too. Do you know her? Yes, I know. She's my friend. I came here to meet her. Do you know her? I don't know her personally, but I often see her. Oh my god, Is it paining? it's alright.